ഹലോ, ഞാൻ അനുരാധ. വനിതാ ശിശു വികസന വകുപ്പിൽ ശിശു വികസന പദ്ധതിയായി ഓഫീസറായി ജോലി ചെയ്യുന്നു. ഇന്ന് ഞാൻ തുടക്ക സിനിമ കണ്ടു. തുടക്ക സിനിമയിൽ എനിക്ക് വിസ്മയുടെ തുടക്കം വളരെ ഇഷ്ടപ്പെട്ടു. അത് പേഴ്സണൽ കാര്യം. പക്ഷേ സിനിമയുടെ കണ്ടന്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് നമുക്ക് പുറത്തേക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഫീമെയിൽ റോളിന് ഫോക്കസ് കൊടുത്തൊരു മൂവിയായിട്ട് എനിക്ക് തോന്നി. ഫീമെയിൽ റോളിന് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഫോക്കസ് കൊടുത്തു. പ്രത്യേകിച്ച് സെൽഫ് ഡിഫെൻസ് പോലുള്ള കാര്യങ്ങളിലും എങ്ങനെയാണ് ഒരു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഒരു വിമൺ എംപവർമെൻറ്റിൻ്റെ കൺസെപ്റ്റിനെ പറ്റിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുള്ള നല്ല രീതിയിൽ തന്നെ മൂവി ചെയ്തു. പൊതുവെ സിനിമകൾ എന്ന് പറയുന്നത് കൗമാരപ്രായക്കാരെ അല്ലെങ്കിൽ മറ്റു യുവജനങ്ങളെയും വഴി എന്താണ് കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ല വഴി ഏത് ചീത്ത വഴി ഏതെന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് കൂടിയാണ് മൂവി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സോഷ്യൽ എഡ്യൂക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ മൂവി തീർച്ചയായിട്ടും അതിൻ്റേതായ കോമൺ സെൻസ് പാലിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യേണ്ടതും അവരുടെ ഒരു ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാധനം ഈ മൂവിയിലുണ്ടെന്ന് എനിക്ക് തോന്നി. ഇതെല്ലാവരും കാണണം എന്ന് എനിക്കത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു ഫീമെയിലിന് എന്തുകൊണ്ട് കുറച്ചുകൂടി ഹീറോയിസം വന്നുകൂടാ എന്നുള്ളൊരു സ്റ്റിഗ്മ മാറാൻ പ്രയോജനമാവും തോന്നി. ഞാൻ ഈ മൂവി ഒറ്റയ്ക്കാണ് പോയി കണ്ടത്. ഇത് കാണാൻ പോകുമ്പോൾ എല്ലാവരും ചോദിച്ചു ഒറ്റയ്ക്കാണോ സിനിമയ്ക്ക് പോകുന്നത്, ആരും കൂടിയിൽ എന്തിനാണ്, നമുക്ക് സ്വന്തമായി കാശുണ്ട്, സ്വന്തമായി പോകാൻ സേഫ്റ്റി ഉണ്ടെങ്കിൽ ഒരു മൂവി കാണുന്നതിന് എന്താ കുഴപ്പം? ഞാൻ ചോദിച്ചവരോട് തിരിച്ചു ചോദിച്ചൊരു കാര്യമാണിത്. അപ്പോൾ വളരെ ബോൾഡായ പേഴ്സണാലിറ്റി ആണ് ഒരു സ്ത്രീക്ക് ആവശ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് തീർച്ചയായിട്ടും മൂവിയിലൂടെ വന്നു. അൺവാണ്ടഡ് ആയിട്ടൊരു ഫീമെയിൽ ഇതിന് എന്താണ് ഒരു പാട്രിയാർക്കിക്കൽ സിസ്റ്റത്തിനെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നിയത്. പിന്നെ സോഷ്യൽ ഇഷ്യൂസും സോഷ്യൽ പ്രോബ്ലംസും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് അവിടെ നമുക്ക് എങ്ങനെയാണ് പൊതുയിടം അല്ലെങ്കിൽ സ്ത്രീകളുടേതും അല്ലെങ്കിൽ തൻ്റെതായ ഒരു സ്ത്രീക്ക് എങ്ങനെയൊക്കെ ഇതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളൊരു കൺസെപ്റ്റ് മൂവിക്ക് ഉണ്ടായിരുന്നു. എനിവേ വിസ്മയ നല്ല തുടക്കമായിരുന്നു. ആക്ച്വലി അവൾക്ക് ലാലേട്ടൻ്റെ മോളെന്നുള്ളൊരു ടാബു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയത്. കാരണം അല്ലാതെ തന്നെ കുട്ടി ഹീറോ വളരെ നന്നായിട്ട് ആ റോള് പ്രസൻറ്റ് ചെയ്തു. ഷീ ഈസ് ഫിറ്റ് ഫോർ ദാറ്റ് റോൾ. ഈ ഒരു സൊസൈറ്റിയിൽ മെച്ചുവേർഡായ ഒരു ആൾക്കാർക്ക് കുറച്ചുകൂടി രാജവീക്ഷണം അല്ലെങ്കിൽ ഗരുഡ വീക്ഷണമൊക്കെ വീക്ഷിക്കുന്ന ഒരു 10-20 കൊല്ലം മുമ്പേ തന്നെ എല്ലാത്തിനെയും മുൻകൂട്ടി ഡെവലപ്മെൻറ്റോടുകൂടി കാണുന്നവർക്ക് മൂവി വളരെ ചിന്തിക്കാൻ പറ്റിയൊരു മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി എന്താണ് ആർട്ടിക്കിൾ 15 ജസ്റ്റിസ് പുലർത്തിയൊരു സിനിമ. പൊതുവെ എന്താണ് സിനിമയിൽ വന്നൊരു മാറ്റം എനിക്കിതിൽ നിന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാലാനുസൃതമായി നിലവാരം പുലർത്തിയൊരു ഫിലിമായിട്ട് തോന്നി. എനിവേ താങ്ക് യു സോ മച്ച്.